ഏവൂർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ സംക്രമ ജലോത്സവം വെള്ളിയാഴ്ച നടക്കും. വിവിധ ചടങ്ങുകളോടെയാണ് ജലോത്സവം നടക്കുന്നത്. പ്രസിദ്ധമായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ സംക്രമ ജലോത്സവം വെള്ളിയാഴ്ച നടക്കും. കർക്കിടകത്തിന്റെ ആദ്യ നാളിലാണ് ഇവിടുത്തെ വള്ളംകളി നടക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. പ്രതിഷ്ഠാ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ജലോത്സവം നടക്കുന്നത്. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ അഗ്നിബാധയ്ക്ക് ഇരയായിരുന്നു. കാശിയിലായിരുന്ന ശ്രീമൂലം തിരുനാളിന് ഇത് സംബന്ധിച്ച സ്വപ്നദർശനം ഉണ്ടായെന്നാണ് പറയുന്നത്. അടുത്ത ദിവസം രാജ്യത്ത് നിന്ന് അഗ്നിബാധയുടെ സന്ദേശം ലഭിക്കുകയും ചെയ്തു. ക്ഷേത്രമഹത്വം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം ഏവൂർ ക്ഷേത്രം മികച്ച രീതിയിൽ പുനർനിർമ്മിച്ചു. പ്രതിഷ്ഠ നടത്തുവാനും തീരുമാനിച്ചു. ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ തടിയും ശിലകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും വള്ളങ്ങളിലാക്കി കരിപ്പുഴ ജലപാതയിലൂടെ കൈവഴിയായ ആവണക്കിൻ തോട് വഴി ആഘോഷമായി പുല്ലമ്പള്ളിൽ ചിറയിൽ എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ സ്മരണാർത്ഥമായിട്ടാണ് കർക്കിടക സംക്രമ വള്ളംകളി സംഘടിപ്പിക്കുന്നത്. രാവിലെ 3 കരകളുടെയും നാഥന്മാർ ക്ഷേത്രത്തിലെത്തി വഞ്ചിപ്പാട്ട് പാടി ഭഗവാനെ സ്തുതിക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് വലം വെച്ച് ആവണക്കിൻ തോട്ടിൽ കരയിലെത്തി കരകളുടെ നേതൃത്വത്തിലുള്ള 3 വള്ളങ്ങളിൽ കരിപ്പുഴ പുഞ്ച വഴി പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രനടയിൽ എത്തിച്ചേരും. തുടർന്ന് ദേവീ സന്നിധിയിൽ കാണിക്ക സമർപ്പിക്കും. ഇവിടെ പത്തിയൂർ കരനാഥന്മാർ ഏവൂർ ദേശക്കാരെ ആചാരപൂർവ്വം സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കും. തിരികെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ഏവൂർ കരക്കാർ തെക്ക് പാലമൂട്ടിൽ നൽകുന്ന സ്വീകരണവും ഏറ്റുവാങ്ങി ഏവൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തുമ്പോഴേക്കും അവിടെ മലമേൽക്കാട് ആറാട്ട് കൊട്ടാരത്തിൽ നിന്നുള്ള ഉരുളിച്ച വരവ് എത്തിയിട്ടുണ്ടാകും. തുടർന്ന് നടക്കൽ കാഴ്ച സമർപ്പിച്ച ശേഷമാണ് ഏവൂർ വള്ളസദ്യ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഭഗവാൻ കണ്ണമംഗലം ഉരിയ ഉണ്ണിത്തേവരെ കാണാൻ പോകുന്ന സങ്കല്പത്തിലുള്ള ചടങ്ങ് നടക്കും. ഭഗവത് സാന്നിധ്യം പേർന്ന പൂവും മാലയും ക്ഷേത്രത്തിൽ നിന്നും 1-ാം പങ്കായത്തിൽ ചാർത്തി ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആവണക്കിൻ തോടിന്റെ കരയിലേക്ക് ആഘോഷപൂർവ്വം എത്തും. അവിടെ കരക്കാരുടെ നേതൃത്വത്തിലുള്ള 3 വള്ളങ്ങളിൽ ഒന്നിലേക്ക് പൂവും മാലയും എഴുന്നള്ളിക്കും. ഒപ്പം ക്ഷേത്ര ഊരാൺമക്കാരെയും വാദ്യമേളക്കാരെയും കൂട്ടി ആഘോഷവും ഭക്തിയും ഇഴുകിച്ചേർന്ന് ഏവൂർ പുഞ്ചയിലൂടെ മറുകര ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടും. മറ്റ് 2 കരക്കാർ അകമ്പടിയായി വള്ളങ്ങളിൽ വഞ്ചിപ്പാട്ടുപാടി അനുഗമിക്കുകയും ചെയ്യും. കണ്ണമംഗലം ശ്രീനാരായണപുരം ഉരിയ ഉണ്ണിത്തേവർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉപചാരങ്ങൾ ഏറ്റുവാങ്ങി സന്ധ്യയോടെ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മത്സരങ്ങളില്ലാത്ത ഏവൂർ സംക്രമ വള്ളംകളി ഭക്തർക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത്. ചടങ്ങുകൾക്ക് ഏവൂർ തെക്ക്, ഏവൂർ വടക്ക് പടിഞ്ഞാറ് കരകളിലെ ഹൈന്ദവ സംഘടനകളാണ് നേതൃത്വം നൽകുന്നത്. CDNet ന്യൂസ്, കായംകുളം.